ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാ യൂസേഴ്സിനും ഉണ്ടാവുന്ന ഒരു ഏറ്റവും വലിയ പരാതിയാണ് നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ മറ്റുള്ളവർ കാണുക അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു മൊബൈൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആര് വേണമെങ്കിലും നമ്മുടെ മൊബൈലിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ സെർച്ച് ചെയ്തിട്ടുണ്ട്, എന്തിനെ റിലേറ്റഡ് ആ സെർച്ച്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഹിസ്റ്ററിയിലേക്ക് പോയി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. പക്ഷെ എല്ലാ സമയത്തും ഇതിങ്ങനെ നമുക്ക് ഓർത്ത് വെച്ച് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം. പക്ഷെ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന അടിപൊളി 100% വർക്കിംഗ് ആവുന്ന ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. നിങ്ങൾ ഈ ഒരു രീതി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയിലൊന്നും കയറി ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോണിലൊന്ന് ചെയ്ത് നോക്കുക. വെരി യൂസ്ഫുൾ ആണ്. അത് നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെട്ടു എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് താഴെ അറിയിക്കാനും മറന്നു പോകരുത്. മാത്രമല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ് എല്ലാം മാത്രമല്ല ഒരു പുതിയൊരു ചാനൽ കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അബീസ് വ്യൂസ് എന്നാണ് അതിന്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം അതിലുള്ള വീഡിയോസ് കൂടി കാണുക. നിങ്ങളുടെ വിലയേറിയ ഒരു സബ്സ്ക്രിപ്ഷൻ ആ ഒരു ചാനലിനും കൂടി നൽകണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. മൊബൈൽ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ സേഫ് ആയിട്ട്, സെക്യൂർ ആയിട്ട്, 100% ഗ്യാരണ്ടിയിൽ എങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ കാണിച്ചിരുന്നത്. ഇവിടെ നമ്മൾ പലപ്പോഴും സെർച്ച് ചെയ്യുന്നത് നമുക്കറിയാം ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിലാണ് നമ്മൾ സെർച്ച് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് രഹസ്യമായിട്ട് സെർച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ത് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അതെല്ലാം ഹിസ്റ്ററിയിൽ കിടക്കും. ഇത് 100% നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിനു ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ നമ്മൾ എന്താണോ വേണ്ടത് നമ്മളൊന്ന് സെർച്ച് ചെയ്യാണ് പതിവ് അല്ലേ. ഇവിടെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒരു കീവേഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ബീവറേജസ് നിയർ മീ. ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ബീവറേജസ് ഏതാണെന്ന് ഞാനൊന്ന് സെർച്ച് ചെയ്യാണ്. ഇത് നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി. പക്ഷേ മറ്റാരെങ്കിലും നമ്മുടെ ഫോൺ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം സെർച്ച് ചെയ്തെന്നുള്ളത്. അതായത് ഇവിടെ ബീവറേജസ് നിയർ മീ എന്ന് കൊടുത്ത് ഞാനൊന്ന് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്യുന്ന സമയത്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇവിടെ നമുക്കറിയാം ബീവറേജസ് ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ തൊട്ടടുത്തുള്ള ബീവറേജസ് എത്ര കിലോമീറ്ററിനുള്ളിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെയുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫോൺ കോൾ നമ്പർ, പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള ലിക്കേഴ്സിൻ്റെ ഒക്കെ ഇമേജ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും അല്ലേ. ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിചാരം നമ്മൾ സേഫ് ആണെന്നുള്ള. അതിനുവേണ്ടി നമ്മൾ സെർച്ച് ചെയ്ത ആ കാര്യം കൂടി നമ്മളിവിടെ ക്ലോസ് ചെയ്യുന്നുണ്ട്. നേരെ നമ്മൾ ബാക്ക് ചെയ്ത് ഹോം പേജിലേക്ക് എത്തും. ഹോം പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റെന്തെങ്കിലും സോഫ്റ്റ്വെയർസ് കാര്യങ്ങളെല്ലാം ആപ്പുകളൊക്കെ നമ്മൾ നോക്കി, ഫേസ്ബുക്ക്, ഇൻസ്റ്റയൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഇതേപോലെ ഗൂഗിൾ ക്രോം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നേരെ മുകളിലുള്ള ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലാവും. ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഹിസ്റ്ററി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ തൊട്ട് മുൻപ് എന്താണ് നമ്മൾ സെർച്ച് ചെയ്തതെന്നുള്ളത്. ഇവിടെ കണ്ടില്ലേ, ആ ഹിസ്റ്ററിയിൽ കൃത്യമായിട്ട് കാണുന്നു. ഇവിടെ കണ്ടേ ബീവറേജസ് നിയർ മീ നമ്മൾ ഏതെല്ലാം കണ്ടിട്ടുണ്ട്, ഏതെല്ലാം ഫോട്ടോസ് വരെ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കറക്റ്റായിട്ട് ആ പറഞ്ഞിരിക്കുന്ന സെർച്ച് ഹിസ്റ്ററിയിൽ കാണിക്കുന്നുണ്ട്. ഇത് വളരെയധികം ഡേഞ്ചറാണ്. കാരണം മറ്റുള്ളവർക്ക് നമ്മുടെ രഹസ്യങ്ങൾ, നമ്മൾ എന്തെല്ലാം സെർച്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇവിടെ നിന്ന് ഹിസ്റ്ററിയിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. എങ്കിൽ പോലും ഹിസ്റ്ററിന്റെ ഉള്ളിൽ ഒരു ഫോൾഡർ ഉണ്ട്, അവിടെ വന്ന് ഇത് കിടക്കും. അതിന്റെ വീഡിയോസ് ഒക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗം, സേഫ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗൂഗിൾ ക്രോം തന്നെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെർച്ച് കാണുന്നില്ല. അവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് പകരം ഇവിടെ ഏറ്റവും ടോപ്പിൽ 3 ഡോട്ട്സ് കാണുന്നില്ലേ, ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ, സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ നമുക്ക് കാണാം ന്യൂ ഇൻകോഗ്നിറ്റോ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അത് ന്യൂ ടാബിന്റെ താഴെ ന്യൂ ഇൻകോഗ്നിറ്റോ മോഡ്, അതായത് ഒരു സ്പെക്സ് വെച്ചിട്ട് തൊപ്പിയൊക്കെ ഇട്ടുള്ള ഒരു ഐക്കൺ അല്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ നമുക്ക് സെയിം കണ്ടന്റ് നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തു നോക്കാം. അതായത് ബീവറേജസ് നിയർ മീ എന്നുള്ളത് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കാം. ബീവറേജസ് നിയർ മീ സെർച്ച് ചെയ്തു. ഇവിടെ സെർച്ച് വേർഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് ബീവറേജസ് കാണിക്കുന്നുണ്ട്, അവിടെയുള്ള ഇമേജസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമുക്കിവിടെ. ഇനി അതിനുശേഷം നമുക്ക് ഏത് ഇമേജ് വേണമെങ്കിലും നമുക്ക് നോക്കാം. ലൊക്കേഷൻ, കോൾ, ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. വെബ്സൈറ്റ് ഒക്കെ അവർക്ക് ഉണ്ടെങ്കിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് വന്നു, നമുക്ക് ഹോമിലേക്ക് തന്നെ പോയി വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് അഗെയിൻ മറ്റാരെങ്കിലും നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നേരെ ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഹിസ്റ്ററിയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, കണ്ടില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കുന്ന സൈറ്റുകളൊന്നും ഈ ഇൻകോഗ്നിറ്റോ മോഡിൽ സേവ് ആവില്ല എന്നുള്ളത്. ഇതുകൊണ്ട് ഇത് സേഫ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളൊന്ന് ചെയ്തതിനു ശേഷം കമന്റ് അറിയിക്കും.